പിണറായിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൂട്ടുകാരൻ്റെ പേര് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശനാണ് മിത്രമെങ്കിൽ പിണറായിക്ക് ശത്രു വേറെ വേണ്ടി വരില്ല, അതുകൊണ്ട് തീരും. ഒരാളെ പറ്റി പറയാൻ പാടില്ല, ഒരു ബിഷപ്പിനെ പറ്റി പറഞ്ഞു, നികൃഷ്ട ജീവി. ഇതേ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ പറയാണ് പിണറായി വിജയൻ ഭക്തനാണ്. ഇവരെ അവകാശപ്പെടുന്നത് പോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയല്ലേ? ഇത്രയും അഴിമതി ആരോപണം കേട്ടൊരു മന്ത്രിസഭ ഉണ്ടായിട്ടുള്ളൂ. ഒന്നാം പിണറായി മന്ത്രിസഭയേക്കാൾ എത്രയോ മോശമാണ് രണ്ടാം പിണറായി മന്ത്രിസഭ. സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത്? തന്റെ ഭാര്യയ്ക്ക് ജോലി ചെയ്ത 14 കൊല്ലത്തെ ശമ്പളം കിട്ടാത്തതിന്റെ വകയിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു കേരളത്തിൽ. പാലാ ബിഷപ്പ് ഒരു വലിയ അന്യായം പറഞ്ഞു. ലവ് ജിഹാദ് മാത്രമല്ല, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഒരു ആക്രമണം നടത്തി. അതെ, അപ്പോൾ ഈ മതസംഘടനകളുടെ കൂട്ടുപിടിച്ചിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം തോറ്റു, പരാജയം ഏൽക്കേണ്ടി വന്നു. അപ്പോൾ അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചു പിടിക്കുമെന്നും പിണറായി 3.0 വരുമെന്നുമാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിനുള്ള സാധ്യതയുണ്ടോ? അതിന് ഒന്നാമത്തെ കാര്യം, ഈ പിണറായിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൂട്ടുകാരൻ്റെ പേര് വെള്ളാപ്പള്ളി നടേശൻ. പിണറായി വിജയന്റെ നാവ് എന്ന് പറയപ്പെടുന്ന. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണ് മിത്രമെങ്കിൽ പിണറായിക്ക് ശത്രു വേറെ വേണ്ടി വരില്ല, അതുകൊണ്ട് തീരും. കാരണം വെള്ളാപ്പള്ളി നടേശൻ ജയിപ്പിക്കാൻ പറഞ്ഞ ആൾക്കാരൊക്കെ തോറ്റതായിട്ടാണ് എൻ്റെ അനുഭവം. സുകുമാരൻ നായർ NSSന്റെ അദ്ദേഹം പറഞ്ഞ ആൾക്കാരൊക്കെ തോറ്റതായിട്ടാണ്. കാരണം വോട്ട് ചെയ്യുന്നത് സ്വകാര്യമായിട്ടാണ്. SNDP ശാഖ ഉണ്ടാവും, NSSന്റെ കരയോഗം മെമ്പറാവും. അവരൊന്നും ഇവർ പറഞ്ഞതുപോലെ ഒറ്റൊരു വോട്ട് ചെയ്യില്ല, അത് ഇവർക്ക് മനസ്സിലാവണ്ടേ. അപ്പൊ അബ്ദുൽ നാസർ മദറിന്റെ പിന്നാലെ നടക്കുന്നത് പിണറായി വിജയൻ നിർത്തി. എന്താ കാരണം? വോട്ടില്ലാന്ന് അദ്ദേഹത്തിന് വൈകിയാ മനസ്സിലായത്. അദ്ദേഹം 9.5 കൊല്ലം ജയിലിൽ കിടന്നല്ലോ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ PDPയിലെ ആൾക്കാരൊക്കെ പോപ്പുലർ ഫ്രണ്ടിലും SDPയിലും പോയി. അത് CPMന് മനസ്സിലായില്ല. എന്നിട്ടാണ് അദ്ദേഹം 2006 അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് തീരെ പ്രായോഗികമല്ലാത്തൊരു രാഷ്ട്രീയ കളിയായത്. അതായത് ഒന്നാമത്തെ കാര്യം, ഈ വളരെ അതായത് രാഷ്ട്രീയത്തിലോ സാമൂഹിക ജീവിതത്തിലോ നമുക്ക് ഒരു നിലയ്ക്കും യോജിക്കാൻ പറ്റാത്ത അന്തസ്സ് കുറഞ്ഞ ഒരാളുടെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെയാണ് നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാനാക്കിയത്. എങ്ങനെയുണ്ട്? നവോത്ഥാനം എന്താന്ന് വെള്ളാപ്പള്ളിക്ക് തിരിയൂ? അല്ല, വെള്ളാപ്പള്ളിക്ക് എന്താ നവോത്ഥാനം? അദ്ദേഹം ഒരു പിന്തിരിപ്പനാണ്, യാഥാസ്ഥികനാണ്. പിന്നെ ക്രിസ്ത്യാനികളെ പറ്റിയും മുസ്ലിങ്ങളെ പറ്റിയും കെട്ട വാക്കുകൾ മാത്രം പറയുന്ന ഒരാളാണ്. അദ്ദേഹം മുസ്ലിം ലീഗിനെ വിമർശിക്കുന്ന നമുക്കൊരു എതിരില്ല. ആരും വിമർശിക്കാൻ ന്യായം വേണ്ടേ? കളവാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പെന്തക്കോസ്തുകാർ പണം കൊടുത്തിട്ട് ഹിന്ദുക്കളെ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നു അദ്ദേഹം പറഞ്ഞു. എന്താണ് അതിന് തെളിവ്? കളവല്ലേ പറയുന്നത്? പിന്നെ അദ്ദേഹം പറയാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളായവർക്ക് ജീവിക്കാൻ വയ്യ. മലപ്പുറം ജില്ലയിൽ ഈഴവന്മാരുടെ സ്ഥിതി വളരെ, അവിടുത്തെ ഏതെങ്കിലും ഒരു ഈഴവൻ പറയട്ടെ മലപ്പുറം ജില്ലയിൽ. നമ്മൾ ഇതിൻ്റെ അടുത്താണ് മലപ്പുറം ജില്ല. ഇവിടുന്ന് 5-6 കിലോമീറ്റർ പോയ മലപ്പുറം ജില്ലയായി. മലപ്പുറം ജില്ല നമുക്ക് അറിയാത്തൊരു സ്ഥലമല്ല. അദ്ദേഹം പറയാണ് അതൊരു വേറെ രാഷ്ട്രമാണ്, സെപ്പറേറ്റ് നേഷനാണ്. എന്നിട്ട് ഈ പറയുന്നതിനൊന്നും ഇതിങ്ങനെ പറയാൻ പാടില്ല എന്ന് CPM പറയുന്നില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാളൊക്കെ കാര്യം, 2006 ഞങ്ങളുടെ MLA ആയിരുന്ന CPMന്റെ നേതാവ് മത്തായി ചാക്കോ മരിച്ചു. മരിച്ചപ്പോൾ പല കാര്യങ്ങൾ വന്ന കൂട്ടത്തിൽ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞു അദ്ദേഹം ബോധപൂർവ്വം അന്ത്യകൂദാശ സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചതാണ് എന്ന് പറഞ്ഞാൽ മത്തായി ചാക്കോ വിശ്വാസിയായിരുന്നു എന്ന് ബിഷപ്പ് പറഞ്ഞു. തെറ്റോ ശരിയോ എനിക്കറിയില്ല. അത് തെറ്റാണെന്ന് അന്നത്തെ CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ പിണറായി വിജയന് ബോധ്യമുണ്ട്. അപ്പൊ അദ്ദേഹം എന്താ പറയേണ്ടത്? ബിഷപ്പ് പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. ചെയ്തെന്താണെന്നറിയാം? അദ്ദേഹം പച്ചക്കള്ളം പറയുന്ന നികൃഷ്ട ജീവിയാണെന്ന് പറഞ്ഞു. ഒരാളെ പറ്റിയും പറയാൻ പാടില്ല, ഒരു ബിഷപ്പിനെ പറ്റിയായി പറഞ്ഞത് നികൃഷ്ട ജീവി. ഇതേ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ പറയാണ് പിണറായി വിജയൻ ഭക്തനാണ്. അത് തിരുത്തിയിട്ടില്ല, അങ്ങനെ പറയരുതെന്ന് ഇയാളോട് പറഞ്ഞിട്ടില്ല, അദ്ദേഹം അത് പിൻവലിച്ചിട്ടില്ല. അപ്പൊ എന്താ അർത്ഥം? കണ്ടോ, മത്തായി ചാക്കോ 2006 പറഞ്ഞതും 19 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞ എന്താ വ്യത്യാസം? അപ്പൊ പിണറായി വിജയൻ എത്ര മാറി എന്നുള്ളതിന്റെ സൂചന ഞാൻ പറയുന്നത്. ആ കാര്യം പറയാൻ വേണ്ടി
സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നമ്പർ 1 പ്ലേറ്റ് ഉള്ള കാറിലാണ് വെള്ളാപ്പള്ളി നടേശൻ വരുന്നത്. ഒരു കാറിൽ കയറി കൂടെ, കാറിൽ കയറാം, പക്ഷെ അതൊരു പ്രതീകമാണത്, അതിലൊരു സന്ദേശമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എത്രയെങ്കിലും കാർ ഉണ്ടാവും വെള്ളാപ്പള്ളിക്ക്, പക്ഷെ വന്നത് മുഖ്യമന്ത്രിയുടെ കാർ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ കാർ മാതിരിയല്ല, അത് എന്റെയും നിങ്ങളുടെയും നികുതി കൊണ്ട് ഓടുന്ന കാറാ, നമ്മുടെ പണം കൊണ്ടാണ് ഓടുന്നത്. അപ്പൊ അതിൽ ആര് കയറണം എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം, പക്ഷെ നമ്മളതിന്റെ വ്യാഖ്യാനം എന്താണ്, വിശദീകരണം എന്താണ് എന്ന് നമ്മൾ ചോദിക്കും. വല്ലവരെയും കയറ്റാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് ഓടാൻ വേണ്ടിയാണ് നമ്മൾ ആ കാറിന്റെ പൈസ കൊടുക്കുന്നത്, അല്ലേ? ആ വന്നിട്ട് അദ്ദേഹം പറയാണ് പിണറായി വിജയൻ ഭക്തനാണ്. അപ്പം ഒരു ബിഷപ്പിന് പറയാൻ അവകാശമല്ല മത്തായി ചാക്കോ ഭക്തനാണ്, മുഖ്യമന്ത്രി ഭക്തനാണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ സഹകാരി, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത മിത്രം, ഞാൻ ആവർത്തിക്കാതെ, വെള്ളാപ്പള്ളി നടേശനാണ് മിത്രമെങ്കിൽ ശ്രീ പിണറായി വിജയന് വേറെ ശത്രു വേണ്ടി വരില്ല. അതെ. അപ്പോൾ ഇവരെ അവകാശപ്പെടുന്നത് പോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയല്ലേ? കുറവാണെന്നാണ്. എന്താ കാര്യം വെച്ചാൽ പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ, ഇപ്പം ശബരിമല എപ്പോഴും വലിയ പ്രശ്നമാണ്. ശബരിമലയിൽ ആദ്യം വന്നത്, ഞാൻ അതിന് എതിരുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം സുപ്രീം കോടതി പറഞ്ഞ ന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീകൾ പ്രവേശിപ്പിക്കാൻ വേണ്ടത്, പ്രവേശിപ്പിക്കേണ്ടത് എങ്ങനെയല്ല. 2 or 3 പെണ്ണുങ്ങളെ രാത്രി 3 മണിക്കും 2:30 മണിക്കും പോലീസ് ആകുമ്പോൾ അവിടെ കയറ്റി, അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. സുപ്രീം കോടതിയിൽ കേരള മുഖ്യമന്ത്രി കൊടുക്കേണ്ട സത്യവാങ്മൂലം എന്താണ്? ഞങ്ങൾ ഈ വിധിയെ മാനിക്കുന്നു, ഇത് ഞങ്ങളുടെ നാട്ടിൽ വർഷങ്ങളായി തലമുറകളായുള്ള ഒരു ഏർപ്പാടാണ്, ഇത് ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരെയും ബന്ധപ്പെട്ട ആളിലൊക്കെ വിളിച്ച് ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കിയതിന് ശേഷം നടപ്പാക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ സാവകാശം കോടതി ഞങ്ങൾക്ക് തരണമെന്ന് പറയണം. ഒന്ന്. രണ്ടാമത്, ഇവിടെ വന്ന് പ്രതിപക്ഷത്തിലും ഭരണപക്ഷത്തിലും എല്ലാ കക്ഷിക്കാരെയും വിളിക്കണം, ബന്ധപ്പെട്ട ആളിനെ വിളിക്കണം, എന്നിട്ട് അവരുടെ അറിവോടും അനുവാദത്തോടും കൂടി അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെയല്ല. അവരെ പ്രകോപിപ്പിച്ചു, അപ്പോൾ അത് വലിയ പ്രകോപനമായി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുടെ കാര്യം വന്നത്. ആ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ CPM ഉത്തരവാദിത്തമുള്ള തെളിവ് CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ നോക്കുന്നത് കോടതിയാണ്. കോടതി അതൊക്കെ പറയുന്നത്. അവരുടെ നേതാവല്ലേ പത്മകുമാർ, അദ്ദേഹം നേരത്തെ MLA ആയിരുന്നില്ലേ, ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അല്ലേ, അദ്ദേഹത്തിന് ഒരു നടപടി നേരിട്ട് വന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ വാസു, ഇത്ര ആള് ഞാൻ ഓർമ്മയുള്ള 1-2 പേര് പറഞ്ഞില്ലല്ലോ. അപ്പോ ഇതൊക്കെ ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഭക്തന്റെ മാത്രം കാര്യമല്ല, നാട്ടുകാരുടെ നമ്മുടെയും കൂടി കാര്യമല്ലേ. കാരണം അത് ഒരു നാട്ടിൽ ആരുടെ പണം കൊള്ളയടിച്ചാലും അതിന് പരിഹാരം ഉണ്ടാവണം എന്നുള്ളത് ഒരു നിയമസമാധാനം. ഇപ്പൊ നാളെ നമ്മുടെ ഒന്നും കൊള്ളടിക്കാമല്ലോ. പിന്നെ ഈ കൊള്ളയടിച്ചത് പൊതുമുതലുമായിട്ടുള്ള ഒരു സാധനമാണ്, പൊതുമുതലല്ല അത്, പൊതുമുതൽ മാതിരിയാണ്. കാരണം എല്ലാ ഭക്തന്മാരും ഇപ്പോൾ കർണാടകത്തിലോ ആന്ധ്രാപ്രദേശിലോ തമിഴ്നാട്ടിലോ കേരളത്തിലോ ഒക്കെ ഉള്ള ഭക്തന്മാർ സംഭാവന കൊടുത്താണല്ലോ അത്. അതാണല്ലോ ഈ കൊള്ള ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ ഒന്നത്. പിന്നെ ഇപ്പോൾ കരുവന്നൂർ ബാങ്ക്, ആ തരത്തിൽ എത്രയെങ്കിലും ബാങ്കിലെ സഹകരണ മേഖലയെ തകർക്കുന്നതിലാണ്. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല, എന്തൊരു കുത്തഴിഞ്ഞ പുസ്തകമാണത്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രത്യേക മന്ത്രിയുണ്ട്, അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാക്കിയത് പിണറായി വിജയൻ വന്നതാണ്. ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ജലീൽ, രണ്ടാമത്താണ് ബിന്ദു. ഒരു യൂണിവേഴ്സിറ്റിയിൽ മര്യാദയ്ക്ക് ഒരു വൈസ് ചാൻസലറോ പ്രോ വൈസ് ചാൻസലറോ രജിസ്ട്രാറോ സിൻഡിക്കേറ്റോ സെനറ്റോ ഒന്നുമില്ല, മുഴുവൻ കുത്തഴിഞ്ഞ മാതിരിയാണ്. എന്നിട്ട് ഇതിന് വളം വയ്ക്കാവുന്ന തരത്തിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഇപ്പോഴത്തെ ഗവർണർ ആർലേക്കർ, അപ്പൊ ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്തം, നമ്മുടെ പണിയല്ല. അപ്പൊ ഗവർണറുടെ മാത്രം കുറ്റമല്ലല്ലോ ഇത്. ഇപ്പൊ അവര് ഗവർണർ ഇപ്പൊ കേട്ടല്ലോ, അവർക്ക് ആവശ്യം വന്നപ്പോ. പിന്നെ അഴിമതി ആരോപണങ്ങൾ, സ്വപ്ന സുരേഷ് പറഞ്ഞ ആരോപണങ്ങൾക്ക് വല്ല മറുപടിയും പറഞ്ഞു ഇല്ലല്ലോ. അപ്പൊ ഇത്രയും അഴിമതി ആരോപണം കേട്ടൊരു മന്ത്രിസഭ ഉണ്ടായിട്ടുള്ളൂ. 1ാം പിണറായി മന്ത്രിസഭയേക്കാൾ എത്രയോ മോശമാണ് 2ാം പിണറായി മന്ത്രിസഭ. കാരണം കഴിവുള്ള ആളുകളെ മുഴുവൻ മാറ്റി നിർത്തി, കഴിവില്ലാത്ത ആളുകളെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് മന്ത്രിമാരാക്കി. തോമസ് ഐസക് എന്തിനാ മാറ്റി നിർത്തിയത്? ജി സുധാകരൻ എന്തിനാ മാറ്റി നിർത്തിയത്? MA ബേബി എന്തിനാ മാറ്റി നിർത്തിയത്? ശൈലജ ടീച്ചർ എന്തിനാ മാറ്റി നിർത്തിയത്? ഇങ്ങനെ കഴിവുള്ള അവരുടെ കൂട്ടത്തിൽപ്പെട്ട കഴിവുള്ള ആളെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് കഴിവില്ലാത്ത ആളെ കൊണ്ടുവന്നു. അവരൊക്കെ മുഖസ്തുതിക്കാരാണ്. എൻ്റെ ഒരു പരിചയക്കാരിയാണ് വീണ ജോർജ്, എനിക്ക് അവരെ അറിയാം. അവര് വകുപ്പ് ഭരിക്കുന്നതിലല്ല കേമത്വം, ഇദ്ദേഹത്തെ പുകഴ്ത്തുന്നതിലാണ്. ഇത് ഈ കപ്പൽ ആടി ഒലിയുകയോ ഇല്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. ഇപ്പോൾ വാസവന്റെ പണി എന്താ? ദൈവത്തിന്റെ വരദാനമാണ് പിണറായി വിജയൻ എന്ന് പറയാം. അതുപോലെ സജി ചെറിയാൻ, ഇവരൊക്കെ സജി ചെറിയാനൊക്കെ സംസാരിക്കുന്ന കേട്ടാൽ
ബ്രിട്ടീഷുകാർ പറഞ്ഞു കേട്ട് എഴുതി വെച്ചാണ് ഇവിടുത്തെ ഭരണഘടന എന്ന് പറഞ്ഞ ആളാ. ഒരു മന്ത്രിയായി പറയുന്നത് അദ്ദേഹമാണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? നമുക്കെന്തിനാ കൃഷി? തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയാൽ പോരെ. ഏത് വത്തക്ക, വെള്ളേരി, കക്കിരി, പടവലം അവിടെ ഉണ്ടാവുന്നുണ്ടോ? തമിഴ്നാട്ടിൽ സേലത്തും കോയമ്പത്തൂരും ഒക്കെ അവർക്ക് കൃഷി ഉണ്ട്. നമുക്കെന്തിനാ കൃഷി എന്ന് ചോദിക്കുന്നത്? ഒരു അദ്ദേഹം കൾച്ചറിന്റെ മിനിസ്റ്ററാണ്. അഗ്രികൾച്ചർ ഉണ്ടായതിനു ശേഷമാണ് കൾച്ചർ ഉണ്ടാകുന്നത്. കൾച്ചറും അഗ്രികൾച്ചർ അത്ര ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ കൃഷി വേണ്ട എന്ന് പറയുന്ന ഒരാൾ ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ അങ്ങനെ എത്രയോ വെടിത്തങ്ങൾ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ നേരം പോകും. ഇതുപോലെ തന്നെയാണ് അല്ല, അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ എന്ത് കാര്യം നടക്കണമെങ്കിലും കോടതി വേണം. അടിച്ചു നോക്കും. ഇപ്പൊ KSRTC-യിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, KSRTC-യിൽ നിന്ന് പിരിഞ്ഞ ആളുകൾക്ക് പെൻഷൻ കൊടുക്കണം. ഇതൊക്കെ ആരാ പറയുന്നത്? കോടതിയാ പറയുന്നത്. എറണാകുളത്ത് റോഡിൽ മണ്ണിടണം, പാലത്തിന്റെ പണി തീർക്കണം, ആരാ പറയുന്നത്? കോടതിയാ പറയുന്നത്. അവിടുന്ന് പിന്നെ ചുങ്കം പിരിക്കണമെങ്കിൽ ഇത്ര ദിവസം നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, ആരാ പറയുന്നത്? കോടതിയാ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരു ഭരണമുണ്ടോ? കോടതിയാണോ ഈ നാട് ഭരിക്കുന്നത്? ഇപ്പൊ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാ? കോടതി പറഞ്ഞിട്ടാ. ഞാൻ നാളെ തമാശയായിട്ട് അവർ ഒരു കോടതി പാർട്ടി ഉണ്ടാക്കണം. അതെ, അല്ല ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഈ അടുത്ത് തൻ്റെ ഭാര്യയ്ക്ക് ജോലി ചെയ്ത 14 കൊല്ലത്തെ ശമ്പളം കിട്ടാത്തതിൻ്റെ വകയിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു കേരളത്തിൽ. 14 കൊല്ലം 3 വട്ടം ഹൈക്കോടതി ശമ്പളം കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ വകുപ്പ് മന്ത്രിയില്ലേ, അതിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഒരു ഉത്തരവ് നടപ്പാക്കാൻ മന്ത്രിക്ക് പ്രാപ്തിയില്ല, കോടതി പറഞ്ഞ് നടക്കുന്നില്ല. PV അൻവർ കെട്ടിയ അണ, ഇവിടെ കക്കാടംപൊയിൽ അണ കെട്ടിയപ്പോൾ അത് പൊളിക്കാൻ ഹൈക്കോടതി 3 വട്ടം പറഞ്ഞു. ഞങ്ങൾ അതൊന്ന് കാണാൻ പോയി, ഹൈക്കോടതി ഒന്നും പൊളിക്കാത്ത. അപ്പോൾ അവർ ഞങ്ങളെ അടിച്ചോടിക്കുക ചെയ്ത്. ഞാനായിരുന്നു അതിൻ്റെ ലീഡർ, എനിക്ക് അടിയൊന്നും കിട്ടിയില്ല, എൻ്റെ കൂടുതലാൾക്ക് അടി കിട്ടി, എനിക്ക് കിട്ടിയ മാതിരി തന്നെയാണ്. പിന്നെ അത് പൊളിച്ചു. എപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ടു, പാർട്ടിയായിട്ട് പണങ്ങി, അപ്പോൾ പിന്നെ പൊളിക്കാൻ. ഇതാണ് ഇവിടുത്തെ സ്വജനപക്ഷപാതത്തിൻ്റെ കൂത്തരങ്ങാണ്. ഇപ്പോൾ ഈ ടീച്ചറുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതിൻ്റെ ഏതാനും മാസം മുമ്പ് 5 കൊല്ലമായി ശമ്പളം കിട്ടാത്ത വകയിൽ ഒരു ടീച്ചർ ആത്മഹത്യ ചെയ്തു. ജോലി ചെയ്ത് ശമ്പളം കിട്ടാത്തതിന് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെ പിന്നെ കേരളത്തിൽ ആത്മഹത്യക്ക് ഒരു നിലയും വിലയില്ല. പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടാത്തതിന് ആൾ ആത്മഹത്യ ചെയ്യുക, ഇലക്ഷന് തോറ്റതിന് ആൾ ആത്മഹത്യ ചെയ്യുക. അപ്പോൾ ഭാര്യ ഭർത്താവ് വരുന്നു, TV കാണുമ്പോൾ ഭർത്താവ് ചാനൽ മാറ്റി ഭാര്യ പോയി തൂങ്ങി മരിക്കുക. ഇതൊക്കെയാണ് കേരളത്തിൽ. പക്ഷേ ഈ എന്താണ് നടക്കുന്നത്? അപ്പോൾ ജോലി ചെയ്താൾക്ക് ശമ്പളം കിട്ടിയില്ല, ജോലി ചെയ്ത് പിരിഞ്ഞാൾക്ക് പെൻഷൻ കിട്ടുന്നില്ല, സാമൂഹ്യ പെൻഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് മറിയക്കുട്ടി സമരം ചെയ്യുമ്പോൾ അവരുടെ മകൾക്ക് വിദേശത്ത് കൊട്ടാരമുണ്ട് എന്ന് കള്ള വാർത്ത കൊടുക്കുകയാണ്. ആന്തൂരിൽ ഒരു മാർക്സിസ്റ്റുകാരനായ ഒരു വ്യാപാരി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു. ഉടനെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ദുർനടപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് കള്ള വാർത്ത കൊടുക്കുകയാണ്. നാട് ഭരിക്കുന്ന രീതി അത്. ഇത് ആളിത് മറന്നു നേരിക്കണ്ടോ? ആളിത് എങ്ങനെ എത്ര കാര്യങ്ങൾ. ഇപ്പൊ എന്ത് പോലീസിനകത്ത് സംഘപരിവാറിന്റെ ദുസ്വാധീനമുണ്ട് എന്ന് പറയുന്നത് ഞാനല്ല, CPIയുടെ അഖിലേന്ത്യാ നേതാവ് ആനിരാജയാണിത് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാ, അവര് BJP നേതാവാ. അപ്പോൾ ഒരു കുത്തഴിഞ്ഞ ഭരണം. ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും കോടതി വേണം. നിങ്ങൾക്ക് എന്ത് പരിഹാരമുണ്ട്? കോടതി പോകണം. ഗവൺമെന്റ് ശ്രമിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ മതപൗരോഹിത്യത്തെ ശക്തിപ്പെടുത്തുന്ന പണിയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതപൗരോഹിത്യത്തെ പിന്താങ്ങുക, അതിനെ പ്രകോപിപ്പിക്കാതിരിക്കുക. അപ്പോൾ ലീഗുകാരുടെ ഒരു വോട്ട് ബാങ്കാണ് EK സംസ്ഥ, അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരാണ്. എന്താ കാരണം? അവരെന്ത് പറഞ്ഞാലും കേൾക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിടുക വളരെ ന്യായമായൊരു കാര്യമാണ്. എന്താ കാരണം? വഖഫ് ബോർഡിൽ പല അഴിമതി അന്യായം നടക്കുന്നുണ്ട്. ഈ ശബരിമലയിൽ നടക്കുന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ ക്രിസ്ത്യൻ പൗരോഹിത്യം ചെയ്യുന്നുണ്ട്. ചർച്ച ആക്ട് കെട്ടിവെച്ചിരിക്കല്ലേ? അതായത് ബിഷപ്പിന്റെ സ്വകാര്യ സ്വത്ത് മാതിരിയല്ലേ അത് കൈകാര്യം ചെയ്യുന്നത്, ഇടവകയുടെ സ്വത്ത് അല്ലേ? മേഘയ്ക്ക് എന്നെക്കാൾ അറിയാലോ അല്ലേ? അതിന് തടയിടാൻ പറ്റിയ ഒരു സംഗതി ആയിരുന്നില്ല ചർച്ച ആക്ട്. അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചു അല്ലേ? ഈ വഖഫ് ബോർഡ് ഇതേ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒക്കെ പലയിടത്തും പല കേസുണ്ട്. അപ്പോൾ വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിടാന്ന് പറഞ്ഞപ്പോൾ ജിഫ്രി തങ്ങൾ ഫോൺ ചെയ്താൽ പിന്നെ അത് നിന്നുപോയി.
ആൺ പെൺ വ്യത്യാസമില്ലാതെ യൂണിഫോം വരുന്നു. ഇപ്പൊ ഞാൻ എന്നെ വളരെ അനുകൂലിച്ച ഒരാളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുമ്പോൾ അത് ഇപ്പോൾ സുംബ ഡാൻസ്, ഈ പൗരോഹിത്യം എന്താ പറയുന്നത്? ഇപ്പോൾ പാലാ ബിഷപ്പ് ഒരു വലിയ അന്യായം പറഞ്ഞു. ഇവിടെ ലവ് ജിഹാദ് മാത്രമല്ല നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഒരു ആക്രമണം നടത്തി. അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടത് ആരാ? ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പറയണം. അദ്ദേഹം അത് പറഞ്ഞ 15-ാം ദിവസം. ഈ 15 ദിവസവും ഇവിടുത്തെ ചാനലുകളിലും പത്രങ്ങളിലും നവമാധ്യമങ്ങളിലും മുഴുവൻ ക്രിസ്ത്യൻ മുസ്ലിം ഫൈറ്റ് നടക്കുകയാണ്. അപ്പൊ ഇത് ഉണ്ടാക്കുകയാണ് പണി. ഇത് തിരിയാത്ത ആളല്ലോ. ഇപ്പൊ എനിക്ക് തിരിയുന്ന കാര്യങ്ങൾ എനിക്ക് തിരിയുന്നതിന്റെ 100 ഇരട്ടി അദ്ദേഹത്തിന് തിരിയല്ലോ. എന്നിട്ടാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ സ്ത്രീ സുരക്ഷയുടെ കാര്യം എന്താ? സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ്.